ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നേക്കുന്നത് ഒരു പുതിയ ഗെയിം കാണിച്ചാണ്. അപ്പോൾ ഈ ഗെയിമിൻ്റെ പേരാണ് ഇന്ത്യൻ വെഹിക്കിൾസ് ഡ്രൈവിംഗ് ഗെയിമാണ് ഗൈസ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോയിലേക്ക് ലൈക്ക് ചെയ്യാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അത് മാത്രമല്ല, ചാനലിലേക്ക് സബ് ചെയ്യാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലും കൂടെ സബ് ചെയ്യുക. നമുക്കപ്പോൾ നേരെ ഗെയിമിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, നമ്മളിത് ഓപ്പൺ വേൾഡ് സെലക്ട് ചെയ്ത് ഓൾഡ് മാപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്നൊരു പുതിയ ഫോർച്യൂണർ വാങ്ങാനാണ് പോകുന്നത്. ഈ ഫോർച്യൂണർ എങ്ങനെ ഇരിക്കുമെന്ന് എല്ലാവർക്കും തന്നെ അറിയാം. ഞാൻ പുതിയ ഫോർച്യൂണർ വാങ്ങാനാണ് ഗൈസ് പോകുന്നത്. അപ്പം ഫോർച്യൂണർ വാങ്ങാനായിട്ട് നമ്മൾ ഇങ്ങോളം വരെ പോകണം ഗൈസ്. കുറേ ദൂരമുണ്ട്, അത് നല്ല ലെങ്ത്താണ്, പോകാനായിട്ട് നല്ല ദൂരമുണ്ട് ഗൈസ്. ഇതുണ്ടല്ലേ, ഫോർച്യൂണറാണ് ലെജൻഡറാണ് വാങ്ങാമെന്നല്ല, ആദ്യം ഫോർച്യൂണറാണ് പേര്. നമുക്കപ്പോൾ ഫോർച്യൂണറാണ് ലെജൻഡറാണ് നോക്കാം. അത് ഫോർച്യൂണർ നമുക്ക് മോഡിഫൈ ചെയ്യാം ഗൈസ്. എൻ്റെ മോഡിഫൈ ചെയ്യേണ്ട ഇതെല്ലാം ഉണ്ട്. ഞാൻ ഒരു വർക്കറാണ്, എനിക്ക് മോഡിഫൈ ഒക്കെ ചെയ്യാനറിയാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫോർച്യൂണർ ഇപ്പോൾ എത്തും. നമുക്കപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാൻ. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, നമുക്ക് ഫോർച്യൂണർ എന്നെ കിട്ടിയേക്കുന്നത്. ഇനി ഇത് ലെജൻഡറായിട്ട് നമുക്ക് മോഡിഫൈ ചെയ്യണം. അപ്പോൾ ഗൈസ്, മോഡിഫൈ ഒക്കെ ചെയ്യാൻ വിടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അവിടെ പോലീസുകാരില്ല ഗൈസ്. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് തന്നെ മോഡിഫൈ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ബ്രേക്കൊക്കെ അപ്ഗ്രേഡ് ചെയ്യാം ഗൈസ്. ബ്രേക്ക് നമുക്ക് നല്ലോണം കൂട്ടാൻ പറ്റുമോ അറിയത്തില്ല. നമുക്ക് ബ്രേക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. പിന്നെ നല്ല ഡ്രിഫ്റ്റിംഗ് മോഡൊക്കെ ഇടാം. നമുക്ക് ഇപ്പോൾ ചളിയിലിറക്കണം. അത് വേണ്ട, ഇപ്പോൾ ചളിയിലിറക്കി വണ്ടിയിൽ ചളിയാക്കണ്ട. ഇപ്പോൾ ഡെലിവറി എടുത്ത വണ്ടിയേ ഉള്ളൂ. നമുക്കപ്പോൾ ഇത് മോഡിഫൈ ചെയ്ത് ലെജൻഡറാക്കി മാറ്റാം. എനിക്ക് ഇവിടെ വെച്ച് തന്നെ മോഡിഫൈ ചെയ്യാം. ഞാൻ പിന്നെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കപ്പോൾ ഇവിടെ നിന്ന് മോഡിഫൈ ചെയ്യാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗായ്സ്, നമ്മുടെ പുതിയ വണ്ടി, നമ്മുടെ വണ്ടി ഫുള്ള് മോഡിഫൈ ചെയ്തിട്ടുണ്ട് ഗായ്സ്. അത് മാത്രമല്ല, നമ്മൾ വണ്ടീൻ്റെ ബ്രേക്കും സ്പീഡും ഒക്കെ കൂട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ എഞ്ചിനെല്ലാം മൊത്തത്തിൽ നമ്മൾ മറ്റേ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ കളറിന് മാറ്റിയിട്ടില്ല, ഹെഡ്ലൈറ്റ് അത് തന്നെ. പിന്നെ ഇതിൻ്റെ മുന്നിലൊരു ബൗണ്ട് മിറർ വെച്ച്, പിന്നെ ഇതെന്നാ സാധനം അതെന്നാന്നൊക്കെ അറിഞ്ഞൂടാ. ഇത് കണ്ടാ ഗൈസ്, മാക്സിമം ബ്രേക്ക്, നല്ല ബ്രേക്ക് ഉണ്ട് ഗൈസ് വണ്ടിക്ക്. പിന്നെ നല്ല സ്പീഡുണ്ട്. മാക്സിമം സ്പീഡ് 400 ഗൈസ്. ഇത് കണ്ട 400 ബ്രേക്ക് കണ്ട 400 സ്പീഡ്. ഞാൻ ബ്രേക്ക് 3000 ഉണ്ടായത്, ഞാൻ ബ്രേക്ക് 5000 ആക്കി ഗൈസ്. അതുകൊണ്ട് ബ്രേക്ക് ഇപ്പോൾ നല്ലോണം കിട്ടും. കണ്ട ബ്രേക്ക് പിടിച്ചാലവിടെ നിൽക്കും. ഞാൻ നല്ലോണം ബ്രേക്ക് ആക്കിയിട്ടുണ്ട് വണ്ടിക്ക്. അതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. നമ്മളിന്ന് പൊളിക്കും ഗൈസ്. എന്ന് പറഞ്ഞാൽ പൊളിക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ പുതിയ ഫോർച്യൂണറെ കൊണ്ട് എങ്ങോട്ടാണ് പോവുക? നല്ല റൈഡൊക്കെ ഒന്ന് പോകാൻ ഞാൻ ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പോകണ്ടെന്ന് വിചാരിക്കുന്നു. പക്ഷേ കാരണം ഇന്ന് ഡെലിവറി എടുത്തതിലുള്ള വണ്ടിയുണ്ട്. നമുക്ക് പിന്നെ ട്രിപ്പെല്ലാം പോവാം ഗൈസ്. അപ്പം ഗൈസ്, നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞില്ല എന്ന് വിചാരിക്കുന്നു. ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അത് മാത്രമല്ല, ചാനലിലേക്ക് സബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലും കൂടെ സബ് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ പറയാൻ വെച്ച കാര്യം ഇവിടെ തീർന്നു. ഗായ്സ്, ഈ ക്യാമറ ഉണ്ട് ഗായ്സ്, പൊളി ക്യാമറ വണ്ടിയുണ്ട്. അടിപൊളി വണ്ടിയുണ്ട്. നമുക്ക് ഈ ഫോർച്യൂണറില്ലേ, कितने जो मैंने बेकैदनी आपका भी नहीं जाता गैस. കാറ് പോകുന്ന കണ്ടിൽ ഗൈസ്, നമ്മുടെ പുതിയ ഫോർച്യൂണറാണ് ഗൈസ്. ഇത് അല്ല, ഫോർച്യൂണർ അല്ല ഗൈസ്, ഇപ്പോൾ ഫോർച്യൂണറിലല്ല ഇത് നിൽക്കണം. ഇപ്പം ലെജൻഡറാണ് ഗൈസ്. ശരിക്കും വാങ്ങുമ്പോൾ ഫോർച്യൂണർ കിട്ടിയത്, ഞാൻ ഇതൊന്ന് മോഡിഫൈ ചെയ്ത് ലെജൻഡറാക്കി തന്നെ ഉള്ളൂ ഗൈസ്. അപ്പം ഇതുപോലത്തെ കുറേ വീഡിയോ ഒക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോക്ക് ലൈക്ക് തരിക. പിന്നെ എല്ലാവരും വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക ഗൈസ്. എല്ലാവരും ഫുള്ള് കാണാനായിട്ട് ശ്രമിക്കുക. കാരണം ചിലവരൊക്കെ പകുതി വെച്ച് പോവാറുണ്ടോ അറിയത്തില്ല. മാക്സിമം മൊത്തം കാണാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് ഈ ഫോർച്യൂണറെ കൊണ്ട് റൈഡ് ചെയ്യാം ഗൈസ്. ഇതിൻ്റെ ബ്രേക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. പിടിച്ച് അവിടെ നിൽക്കുന്ന ബ്രേക്കാണ് ഗൈസ്. ഞാൻ ബ്രേക്ക് നല്ലോണം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഈ വണ്ടീൻ്റെ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ ഓഫ് റോഡ് പോകണം ഗൈസ്. ചളിയാവും ഇപ്പം. ഇത് കണ്ടായോ, അവിടെ മൊത്തം ചളിയുണ്ട്. നമുക്ക് അതിലേക്ക് ഇറക്കിയാലോ? ചളിയിൽ ഇറക്കി എൻ്റെ വണ്ടി മൊത്തത്തിൽ ചളിയാവില്ല.
നമുക്കപ്പോൾ നേരെ തന്നെ എങ്ങോട്ടാ പോവുക ഗൈസ്? ഇവിടെ നിന്ന് ബോറടിക്കാം. നമ്മൾ പുതിയ കാർ എടുത്തുകൊണ്ട് നല്ല റിലാക്സേഷൻ ഉണ്ട്. അത് മാത്രമല്ല വില്ല വീല് നല്ല ഇരിക്കാൻ നല്ല സുഖമുണ്ട് ഗൈസ്. അങ്ങനെ വണ്ടി കുലുങ്ങൂല. പിന്നെ കുറേ ഇതൊക്കെ ഉണ്ട് ഗൈസ് വണ്ടിക്ക്. കുറേ ഫീച്ചേഴ്സൊക്കെ ആക്കിയിട്ടുണ്ട് ഞാൻ വണ്ടിക്ക്. ഈ അങ്ങോട്ട് റോഡില്ല അല്ലേ? അവരെപ്പോഴാണ് അവിടെ റോഡുണ്ട് ഈ പണി നടത്തുക? അതെനിക്ക് അറിഞ്ഞൂടാ. അവിടെ ഫ്രണ്ടിലോട്ട് റോഡില്ല ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിങ്ങളോട്. അപ്പോൾ ഗൈസ് നിങ്ങൾ ഇങ്ങനത്തെ ഗെയിമൊക്കെ കളിക്കാറുണ്ടോ ഗൈസ്? ഇത് അടിപൊളി ഗെയിമാണ്. ഇതിൽ ഇഷ്ടം പോലെ വെഹിക്കിൾസ് ഉണ്ട് ഗൈസ്. അപ്പം നിങ്ങൾ അതെല്ലാം കളിച്ചു നോക്കി. ഇതിൽ മെയിനായിട്ടുള്ളത് ട്രക്സ് ആട്ടോ. ട്രക്സ്, ട്രാക്ടേഴ്സ് അങ്ങനത്തെ ഗെയിമാണ്. അങ്ങനത്തെ ഇതെല്ലാം ഉണ്ട്. പിന്നെ ബിഗ് ഇതെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ബിഗ് എയറോപ്ലെയിനെല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഈ ഗെയിമിൽ. പിന്നെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്ഡേറ്റ് ഇന്നത്തെ വന്നിന് അപ്ഡേറ്റ്. മുന്നേ 183 MB ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 194 MB ആയി ഗൈസ്. അപ്പം മസ്റ്റായിട്ട് ഇതെല്ലാവരും കളിച്ച് നോക്കണത് അടിപൊളി. നിങ്ങൾക്ക് എന്തായാലും കളിച്ചാൽ ഇഷ്ടപ്പെടും ഇത് ഗെയിം. കാരണം ഇതിൽ ഇഷ്ടം പോലെ ഇതുണ്ട്. കാരണം ഇന്ത്യൻ വെഹിക്കിൾസ് മൊത്തം ഇന്ത്യൻ വെഹിക്കിൾസാണ് ഗൈസ് ഇതിലല്ലേ. ഇതിൽ ഇഷ്ടം പോലെ വണ്ടിയുണ്ട്. ടാറ്റ സഫാരി ഉണ്ട്, ടാറ്റ നെക്സോൺ ഉണ്ട്, പിന്നെ മഹീന്ദ്ര താറുണ്ട്, പിന്നെ സ്കോർപ്പിയോ ഉണ്ട്, താർ റോക്സ് ഉണ്ട്. പിന്നെ വേറെ ഏതാ ഗൈസ്? SUV 300 ഉണ്ട്, XUV 700 ഉണ്ട്, റേഞ്ചർ റോവർ, പഴയ റേഞ്ചർ റോവർ ഉണ്ട്, പുതിയ റേഞ്ചർ റോവർ ഉണ്ട്, പിന്നെ ഫോർച്യൂണർ ഉണ്ട്, ഓൾഡ് ഫോർച്യൂണർ ഉണ്ട്. ഓൾഡ് ഫോർച്യൂണർ പക്ഷേ നമ്മൾ മോഡിഫൈ ചെയ്താക്കണം ഗൈസ്. ഇത് സ്റ്റോക്കിൽ കളിച്ചാൽ നിൽക്കത്തില്ല. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എനിക്കെന്താ വട്ടാന്നോ ഞാനെന്ത് ഇവിടെ നിന്ന് കറങ്ങി കളിക്കുന്നതാണ്. ഒന്നുമില്ല ഗൈസ്, നമ്മൾ ഫോർച്യൂണറിനെ കൊണ്ട് കുറച്ച് ഓടിച്ച് നോക്കാം. എല്ലാവരും അറിയട്ടെ. ഞാൻ സ്റ്റാറ്റസൊക്കെ ഇടണുണ്ട് ഗെയിമിൽ. ഒക്കെ നമുക്ക് എങ്ങനെയുണ്ട് നോക്കതേ. അവിടെ പിടിച്ചാൽ നിന്നത് അവിടെ കയറി നിന്ന് ഇച്ച് ഫ്രണ്ടിലോട്ട് പോയിട്ടില്ല. നോക്ക് ഗൈസ്, അടിപൊളി വണ്ടിയായത്. ഇതിൻ്റെ അമ്മേ തട്ടരുത് വണ്ടി. ഞാൻ തട്ടാണ്ട് സൂക്ഷിക്കുന്ന വണ്ടിയായത് എൻ്റെ. നമുക്കപ്പോൾ ഹെഡ്ലൈറ്റ് രണ്ടിലിടാകണ്ടേ. ഈ ഹെഡ്ലൈറ്റാണ് വണ്ടിക്ക് നല്ലതായിട്ട് വേണ്ടേ. അല്ലേ അടിപൊളി. ഇവിടെ എന്തെങ്കിലും രാത്രി ഉണ്ടായി. നമുക്ക് ലെഫ്റ്റിലത്തെ ബ്രേക്ക് മാത്രം പിടിക്കുക, റൈറ്റിലത്തെ പിടിക്കുക. ഇപ്പം മരത്തുമ്മ കൊണ്ട് പിടിക്കട്ടി. മരത്തുമ്മ കൊണ്ട് പിടിച്ചാൽ റിയൽ കേസ് എൻ്റെ വണ്ടിയിലത്തെ ഫ്രണ്ടിലത്തെ ഡാമേജ് മൊത്തം. ഇന്ന് വണ്ടി ഡെലിവറി എടുത്തതേ ഇല്ല. ഇന്ന് തന്നെ വണ്ടി ഇടിച്ചാൽ പിന്നെ കോമഡി ആവും ഗൈസ്. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ വണ്ടിക്ക് ടെമ്പറിൻ്റെ നമ്പറല്ല ഇട്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലവർ വണ്ടി എടുക്കുമ്പോഴൊക്കെ അവർക്ക് ഇങ്ങനത്തെ നമ്പറൊക്കെ കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞാൻ ടെമ്പർ എടുത്തില്ല. ഞാൻ നേരത്തെ തന്നെ അവരോട് നമ്പറെല്ലാം എടുത്തു വെക്കാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അവർ നമ്പറെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ നമ്പർ തന്നെ അവർ ആക്കിയിട്ടുണ്ട്. HR 26R. ഗായ്സ് ഞാൻ 2-0 അല്ല, ഞാൻ 3-0-1 പറഞ്ഞിട്ട് ഇവർ 4-0-1 ഇട്ടു ഗൈസ്. അത് എന്തെങ്കിലും പ്രശ്നമാവോ? ഇല്ല, ഒരു പ്രശ്നമാവില്ലെന്ന് തോന്നുന്നുണ്ട്. കാരണം പോലീസുകാർ അത്രോട്ടൊന്നും ശ്രദ്ധിക്കില്ല. ഇവിടെ മെയിനായിട്ട് പോലീസുകാരേ ഇല്ല, അത് വേറെ കാര്യം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടമില്ല വെഹിക്കിൾസ് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇതിൽ ഇഷ്ടം പോലെ കാർസ് ഉണ്ട്. ടൊയോട്ട സുപ്ര വരെ ഉണ്ട് ഗൈസ്. ഇതിൽ ടൊയോട്ട സുപ്ര ഉണ്ട്, പോർഷെ ഉണ്ട്, പഴയ റേഞ്ച് റോവർ, പുതിയ റേഞ്ച് റോവർ, അങ്ങനത്തെ കുറേ ചടപട പൊളി കാറുണ്ട്. റോൾസ് റോയ്സ് ഉണ്ട്. ഈ അപ്ഡേറ്റിൽ എന്തോ പൾസറിൻ്റെ 125 വന്നായിരുന്നു. പിന്നെ ആക്റ്റീവ് ഉണ്ട്. മറ്റേ നമ്മുടെ കുടുകുടാക്കുന്ന ബുള്ളറ്റ്സ് ഉണ്ട് ഇതിൽ. പിന്നെ മറ്റിങ്ങനെ ടൺ അതിന് പൊട്ടുന്ന ഒരു കാറില്ലേ ഗൈസ്? നിങ്ങൾക്കതറിയാമോ? പൊട്ടുന്ന കാറില്ല, പൊട്ടുന്ന ബൈക്ക്. സോറി, പൊട്ടുന്ന ബൈക്കാണ് ഇങ്ങനത്തെ അത് ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്യാം ഗൈസ്. ഇതിപ്പോൾ എനിക്ക് ഫോർച്യൂണർ വിൽക്കാൻ വലിയ മൂടില്ല ഗൈസ്. അപ്പോൾ ഫോർച്യൂണർ എടുത്തുള്ള ഒരു പ്രശ്നമുണ്ട്. എല്ലാവരും വണ്ടി ചോദിക്കും, ബ്രോ വണ്ടി തരുമോ ബ്രോ ഓഫ് റോഡ് ചെയ്യാനാ ബ്രോ, ഒന്ന് വണ്ടി തരുമോ ബ്രോ, അങ്ങനെ എന്തെല്ലോ പറഞ്ഞ് ചോദിക്കുന്നുണ്ട് ഗൈസ് എൻ്റെ ഫ്രണ്ട്സുകളെല്ലാം. ആക്ച്വലി നിങ്ങളല്ല, ഈ ഗെയിമിലത്തെ ആൾക്കാരെല്ലാം എന്നോട് ചോദിക്കാറുണ്ട്. ഒരു വണ്ടി ഡെലിവറി എടുത്താൽ പിന്നെ അവർക്ക് പുതിയ വണ്ടി ഓടിക്കാൻ കൗതുകം തോന്നില്ലേ ഗൈസ്? അതുകൊണ്ട് അവർ എല്ലാവരും എന്നോട് ചോദിക്കും, വണ്ടി തരുമോ ബ്രോ എന്ന് ചോദിക്കും.
അപ്പം ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കാം ഗൈസ്. ഇപ്പോൾ ഇന്ന് വണ്ടി ഡെലിവറി എടുത്തതല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഈ വണ്ടി എടുക്കാൻ ഇപ്പം കൊടുക്കാനൊരു മൂഡില്ല. നമുക്കപ്പോൾ ഈ ബൈക്ക് തന്നെ വെക്കണ്ട ഗൈസ്. നമുക്ക് വണ്ടി വെച്ച സൈഡിലേക്ക് വെക്കാം. ഇനി ബൈക്ക് വെച്ചിട്ട് ആരെങ്കിലും എടുത്തുകൊണ്ട് പോകേണ്ടത്. നമുക്കപ്പോൾ ഈ സൈഡിൽ ലോക്കാക്കി വെച്ചിട്ട് പോവാം. എൻ്റെ പൂവെല്ലാം ഇവിടെ ഉണ്ട് ഗൈസ്, എൻ്റെ ഫ്ലവറൊക്കെ ഇവിടെ ഉണ്ട്. അത് വലിയ സീനില്ല, ആ ഫ്ലവറിൽ അവിടെ നിന്നോട്ടെ. എൻ്റെ വണ്ടീൻ്റെ ഹെഡ് ലൈറ്റ് ഓഫ് ആക്കിയിട്ടാ ഞാൻ ഗൈസ്. അയ്യോ, ഞാൻ ഹെഡ് ലൈറ്റ് ഓഫ് ആക്കിയിട്ടാ ഞാൻ പറഞ്ഞ. ഞാൻ ഹെഡ് ലൈറ്റ് ഓഫാക്കി. ഇനി നമുക്ക് ഇറങ്ങാം ഗൈസ്. പക്ഷേ എൻ്റെ വീട്ടിൽ ഞാൻ പൂട്ടിയിട്ടല്ലേ ഇനി. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി വീടിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ല കോസ്റ്റ്യൂം ഇട്ട് തരാം. നല്ല കോസ്റ്റ്യൂം ഉണ്ടോ ആവോ? ഞാൻ ഇന്നലെ വെച്ചൊരു ഡ്രസ്സ് വാങ്ങിയിനി, അത് വീട്ടിലുണ്ടോ അറിയില്ല. നമുക്കപ്പോൾ ഒന്ന് നോക്കി തരാം. നമുക്കപ്പോൾ വീടിന് കോസ്റ്റ്യൂം മാറ്റി തരാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് ഞാനിത് നമ്മുടെ ഇത് ഇട്ടിട്ടുണ്ട് ഗൈസ്, നമ്മുടെ ഷർട്ട് ഇട്ടിട്ടുണ്ട്. ഇതാണ് ഞാൻ ഇന്നലെ വാങ്ങിയ ഹരിയാന എന്നുള്ള ഷർട്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇത് HR, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വണ്ടീൻ്റെ നമ്പർ HR ആക്കിയത്. എനിക്ക് HR ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്, അതുകൊണ്ട് ഞാൻ HR ആക്കി. അപ്പം നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്താലോ ഗൈസ്? നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? എന്ത് പറയുന്നു? നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്താലോ? അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലത്തെ വീഡിയോക്കായി എന്ന കേദാർ ആഷ്മി ടിപ്സ് എന്നുള്ള ചാനൽ പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീഡിയോ വേണമെങ്കിൽ എല്ലാവരും എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോക്ക് അതിനെപ്പറ്റി അഭിപ്രായം അല്ലെങ്കിൽ ബ്രോ എങ്ങനത്തെ വീഡിയോ ഇടണ്ടേന്ന് ചോദിച്ചാൽ മതി, ഞാൻ അങ്ങനത്തെ വീഡിയോ ഇട്ടോളാം. ആക്ച്വലി GTA 5 ഇടാൻ കഴിയില്ല ഗൈസ്, കാരണം എൻ്റെ കയ്യിൽ ലാപ്ടോപ്പ് ഇല്ല. ലാപ്ടോപ്പ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ എൻ്റെ ഡിസ്പ്ലേയും സ്പീക്കറൊന്നും വർക്കാവില്ല. എന്നെ അതൊന്ന് നന്നാക്കിയിട്ട് വേണം എനിക്ക് ഗെയിമിൻ്റെ വീഡിയോ ഇട്ട് പൊളിക്കാൻ. അപ്പം അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ GTA 5 ആക്കാൻ പറ്റത്തില്ല, കാരണം ഞാൻ മൊബൈലില്ല കളിക്കുന്നു. മൊബൈലിൽ GTA 5 ഇൻസ്റ്റാൾ ചെയ്യാനാവത്തില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.